സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗം. യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് നിന്ന് നടത്താത്തതാണ് ഇവരെ പ്രകോപിതരാക്കിയത്. സമ്മേളന പ്രവർത്തനങ്ങൾ വിഭാഗീയമെന്നാണ് ലീഗ് അനുകൂലികളുടെ ആരോപണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ചില ആളുകൾ ഒരു യോഗം ചേർന്നതിൻ്റെ ചില രഹസ്യ സ്വഭാവത്തിലുള്ള ഫോട്ടോകളാണ് പുറത്തു വന്നിരുന്നത്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് നാസർ ഫൈസി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു, ഇങ്ങനെ യോഗം നടന്നിട്ടുണ്ട് എന്നും യോഗത്തിൽ ഇന്ന ആളുകളാണ് പങ്കെടുത്തത് എന്നൊക്കെ അദ്ദേഹം പോസ്റ്റിട്ടിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയാണ്. ഏതുപോലെ തഹിയ്യ നടക്കുന്നതിന് മുമ്പ് നടന്ന അതേ ഗൂഢാലോചന സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്രയുടെ മുന്നും നടത്തിയിരിക്കുന്നു. ആ ഫോട്ടോ പുറത്തു വന്നത് ജനങ്ങൾക്ക് ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നറിയാൻ കൃത്യമായിട്ടുള്ളൊരു കാരണമായി. അത് കുടുങ്ങിയപ്പോഴാണ് അതേ ചോർന്ന ഫോട്ടോ തന്നെ എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത് ഇന്ന ആളുകൾ പങ്കെടുത്ത് എന്ന് നാസർ ഫൈസി സമ്മതിക്കുകയും ചെയ്തത്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ തുടർ കാര്യങ്ങൾ വാർത്തകളായിട്ട് വരുമെന്ന്. അത് അക്ഷരം പ്രതി പുലർന്നിരിക്കുകയാണ്. ഈ വാർത്തകളൊക്കെ അതിൻ്റെ പരിണിത ഫലമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ട് പല ആളുകളും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് യാഥാർത്ഥ്യം പറയാം. സാധാരണ ഒരു യാത്ര, സമസ്തയുടെ യാത്ര നടക്കുമ്പോൾ പതാക കൈമാറൽ വരക്കൽ മക്കാമിൽ നിന്നാണ്. ഈ തവണ വരക്കൽ മക്കാമിൽ നിന്ന് ആക്കാത്തതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി മുസ്ലിയാർ തവ്വലല്ലാഹു അംറഹു, അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ 100-ാം വാർഷികത്തിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില അതിന് സമ്മതിക്കുന്നില്ല. ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എത്രത്തോളം വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പതാക കൈമാറുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് വരക്കലിലേക്ക് പോലും വരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നുകൊണ്ട് പതാക കൈമാറാൻ തീരുമാനിച്ചത്. അത് നേരത്തെ തീരുമാനിച്ചതാണ്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചൊരു കാര്യമാണ്. ഈ സമയത്താണ് ചില ആളുകൾ ഇങ്ങനെ ഒരു യോഗം ചേർന്നിട്ട് ഇതൊന്ന് പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതായത് ഈ പതാക കൈമാറ്റം ആലിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് നിന്നാക്കരുത്, അത് പാണക്കാട് നിന്നാക്കണം എന്നാണ് ഇവർ ഡിമാൻഡ് വെച്ചത്. നോക്കൂ നിങ്ങൾ, ആലിക്കുട്ടി ഉസ്താദിന് വരക്കൽ മക്കാമിലേക്ക് വരാൻ സൗകര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ വന്യവയോധികനായ പണ്ഡിതൻ്റെ അടുത്ത് പോയി അവിടെ വെച്ചുകൊണ്ട് കൈമാറാൻ തീരുമാനിച്ചത്. ഈ അവസാന ഘട്ടം വെച്ചുകൊണ്ട് അത് മാറ്റുന്നത് അദ്ദേഹത്തെ അവഹേളിക്കലാണെന്ന് സംഘാടകരെ അറിയിച്ചപ്പോൾ അവരുടെ കുടുംബത്തിൽ വരെ ഇവർ ബന്ധപ്പെട്ടിട്ട് ആലിക്കുട്ടി ഉസ്താദിനെ പാണക്കാടേക്ക് കൊണ്ടുവരാമെന്ന തീരുമാനത്തിൽ വരെ എത്തി. പക്ഷേ ആലിക്കുട്ടി ഉസ്താദിൻ്റെ ആരോഗ്യസ്ഥിതി അതിനു പോലും അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി സംഘാടകർ തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് ഊതിവർപ്പിച്ച പെരും കള്ളമായിട്ട് പാണക്കാട് നിന്ന് വിലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വാർത്തകൾ കയറ്റിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും സമസ്തയുടെ നേതാക്കന്മാരെന്ത് ചെയ്തു? പാണക്കാട്ടേക്ക് എല്ലാവരും വരാം, പാണക്കാട്ടേക്ക് സമസ്തയുടെ നേതാക്കൾ എല്ലാവരും വരാം, എന്നിട്ട് അവിടെ നിന്ന് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത് അവിടുന്ന് പിരിയാമെന്നായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെ പാണക്കാട്ട് എത്തി നോക്കിയപ്പോൾ പറയപ്പെട്ട ആളുകളൊന്നും അവിടെ ഇല്ല. അവിടെ നിന്നൊക്കെ അവർ പോയ ഒരവസ്ഥയാണ് ഉണ്ടായത്. നോക്കണം നിങ്ങൾ, എത്രത്തോളം ഈ ഒരു നളന്ത സംഘത്തിൻ്റെ ഗൂഢാലോചന എത്രത്തോളം വലുതാണെന്ന് നോക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നാസർ ഫൈസിയെ, പൂക്കോട്ടൂരിനെ പോലുള്ള ആളുകളൊക്കെ എന്താണ് അവർക്ക് ഈ ആലിക്കുട്ടി ഉസ്താദിനോട് ഇത്ര വൈരാഗ്യം എന്താണ്? ആ വന്യവയോധികനായ പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് അത് കൈമാറുക, അത് വാങ്ങുക എന്നതല്ലേ അദബ്? തങ്ങൾ ഉസ്താദ് പോലും അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, തങ്ങൾ ഉസ്താദ് പ്രസിഡൻ്റാണ്, ആലിക്കുട്ടി ഉസ്താദ് സെക്രട്ടറിയാണ്. ഈ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനത്തിൻ്റെ എല്ലാ കാര്യങ്ങളുമായി ഓടി നടക്കേണ്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നില്ല. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തങ്ങൾ ഉസ്താദ് പോലും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് ചെന്നുകൊണ്ട് ആ പതാക സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഇതേ ആലിക്കുട്ടി ഉസ്താദിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്ന ഈ മലയമ്മയും അതുപോലെ തന്നെ ഈ കൂടത്തായിയുമൊക്കെ എന്ത്
എന്ത് കുരുത്തക്കേട് വാങ്ങാനാണ് ഇവർ ഈ പ്രവണതകൾ ആലിക്കുട്ടി ഉസ്താദിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഈ തങ്ങൾ ഉസ്താദ് പോലും ആലിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവർക്കെന്താണ് അങ്ങോട്ട് വരാനുള്ള വൈമനസ്യം? നോക്കൂ നിങ്ങൾ, ഈ സമസ്തയുടെ ഈ ഒരു 100ാം വാർഷികത്തിൻ്റെ സംഘാടകർ എത്രത്തോളം തലകുനിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ തങ്ങൾ ഉസ്താദ് വരുന്ന ഓരോ പോയിന്റുകളിൽ പ്രഭാഷണത്തിന് വരെ ഇവരെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ ഈ പൂക്കോട്ടൂരൊക്കെ നേരിട്ട് വിളിച്ചു പറഞ്ഞു ഓഫീസിലേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരിട്ട് വിളിച്ചു പറഞ്ഞു. അത് ഇവർ തന്നെ വാർത്തയാക്കി. അതാണ് എത്രത്തോളം ധിക്കാരാണ് ഇവർ ചെയ്യുന്നത്. 100ാം വാർഷികത്തിൻ്റെ ക്യാമ്പിൻ്റെ ഏകദേശം പ്രസംഗങ്ങളും മറ്റൊക്കെ ഷെഡ്യൂളായിട്ടുണ്ട്. അതിലൊക്കെ ഇവർ ഈ ആളുകളുണ്ട്. എങ്ങനെയാണ് ഇവർ ഇനി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക? ഈ രൂപത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ ഇനി ഇവർ അഭിസംബോധന ചെയ്യുക? നിങ്ങൾ പറയും, ഇത് കേൾക്കുന്ന നിങ്ങൾ പറയും, ഇവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇവരാരോടാണ് ഈ ധിക്കാരം കാണിക്കുന്നത്? സയ്യിദുൽ ഉലമ എന്ന സയ്യിദും ആലിമുമായ മഹാനോടോ, ആലിക്കുട്ടി ഉസ്താദ് എന്ന ഉസ്താദുമാരുടെ ഉസ്താദായ ഉസ്താദിനോടോ, അതോ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയ തങ്ങളോടോ, ഈ പ്രസ്ഥാനത്തെ ഏറെക്കാലം നയിച്ച മഹാനായ ഷംസുൽ ഉലമയോടോ, കണ്ണിയത്ത് ഉസ്താദിനോടോ? ആരുടെ കുരുത്തക്കേടൊക്കെ ഇവരെ വാങ്ങി വെക്കേണ്ടി വരും? ചെയ്യേണ്ടിയിരുന്നത് പാണക്കാട് വന്നുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുത്ത് സിയാർത്ത് ചെയ്ത്, തങ്ങന്മാരുടെ നേതൃത്വത്തിൽ സിയാർത്ത് ചെയ്ത്, തങ്ങന്മാർ തന്നെ ദുആ ചെയ്ത്, എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ആലിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് പതാക കൈമാറിയാൽ എന്തൊരു അന്തസ്സുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഇവരുടെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാലും കലക്കുക കൊളാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ ഇവർ ഒരുങ്ങിത്തിരിച്ച് കൊളാക്കാൻ വേണ്ടി ഒരുങ്ങിത്തിരിച്ചത് അൽഹംദുലില്ലാഹ് ഇതുവരെ എല്ലാം വിജയിച്ചിട്ടുണ്ട്. തഹിയ വൻ വിജയമായി. ഇതുപോലെ തന്നെ ഈ ഒരു യാത്രയും ഇവർ കൊളാക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നതാണ്. അപ്പോൾ ഈ വാർത്തകൾ കണ്ടിട്ടൊന്നും ആരും വഞ്ചിതരാവേണ്ട. സമസ്തയുടെ ഉള്ളിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത്തരം ആളുകൾ സമസ്തയ്ക്ക് വേണ്ടി സമസ്തയുടെ ഈ യാത്ര വിജയിപ്പിക്കണമെന്നോ, സമസ്തയുടെ സന്ദേശയാത്ര വിജയിപ്പിക്കണമെന്നോ, സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കണമെന്നോ അരവരി പോലും ഇതുവരെ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ ഇവർ വായ കൊണ്ടോ പറഞ്ഞിട്ടില്ല. തരക്കേടില്ല. ഇവർ ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചിട്ട് ഇവർ പറഞ്ഞതിനെ അവഗണിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ തരക്കേടില്ല. നേരെ മറിച്ച് തുടങ്ങിയത് മുതൽ ഇതുവരെ എന്തെല്ലാം ഇതിന് വെക്കാൻ പറ്റുമോ അതെല്ലാം നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ആളുകൾ ഇതൊക്കെ കാണില്ലേ? ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവില്ലേ? എല്ലാം പരാജയപ്പെട്ടിട്ട് ഇത് കലക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമല്ലേ ഇത്? ഇവരാണ് ഈ തങ്ങന്മാരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയത് എന്നത് പ്രത്യേകം ഓർക്കണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കൂടെ ഇതിലേക്ക് വിവാദങ്ങളിലേക്ക് തള്ളിവിടാനും മറ്റൊക്കെ ഇറങ്ങിയതിൻ്റെ പിന്നിൽ ചില ചാണക്യന്മാരുമുണ്ട്. ആ ചാണക്യന്മാരുടെ പിന്തുണയോടെ ചില നളന്തകളുമുണ്ട്. ഈ കാര്യം തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇത്തരം ന്യൂസുകളൊക്കെ ചാനലുകളിലൊക്കെ കൊടുത്ത് സമസ്തയുടെ സന്ദേശയാത്ര തുടങ്ങുന്ന ദിവസം തന്നെ അതിനെ അവഹേളിക്കാമെന്നാണ് ഇവർ കരുതിയത്. പക്ഷേ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. ഈ യാത്ര അൽഹംദുലില്ലാഹ് ഇതോടുകൂടെ തന്നെ വിജയിച്ചു. 4 ആളുകൾ അറിഞ്ഞു. ഇനി അതിൻ്റെ ഒരു വരവുണ്ട്. ആ വരവ് നിങ്ങൾ കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ യാത്ര കേരളം ഇളക്കി മറിക്കും. അത് വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കും. അത് ഈ കേരളത്തെ പ്രകമ്പനം കൊള്ളിക്കും. അത് വലിയ വിജയമായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.